ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബീറ്റ്റൂട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താണെന്ന് കാണണ്ടേ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വെറൈറ്റി വീഡിയോസൊക്കെ ആദ്യമേ തന്നെ കിട്ടും. ഒപ്പം ഞാൻ ലൈവ് ഇടുന്നുണ്ട്. ലൈവിലും വന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണാം. ആദ്യമേ ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. ഒരുപാട് നേരം ഇത് വെള്ളത്തിലിട്ടേക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനൊരു നിറമുണ്ട്, അതങ്ങ് ഇളകിപ്പോവും. അതുകൊണ്ട് ഒരുപാട് നേരം ഇടരുത്. ഇത് കണ്ടില്ല, എൻ്റെ കൈ കണ്ടോ, നല്ല കളറായിട്ടുണ്ട്. അത് കഴുകിയപ്പോഴത്തേന് നല്ല ഭംഗി. നമുക്കിത് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ച് നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബീറ്റ്റൂട്ട് കൊണ്ട് നല്ലൊരു അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് എന്തൊക്കെ ചേരുവയെന്ന് പറയാം. ഇത് തേങ്ങയാണ്. ഒരു തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇത് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസാണ്. ഇത് നമ്മൾ കഞ്ഞിവെള്ളം നല്ല അലുവ പോലെ ആയി കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചരി, ഇത് തേങ്ങാവെള്ളം ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് പുളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നാട്ടിയെടുക്കാം. പിന്നെ വേണ്ടുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അപ്പം നമുക്കിതൊന്ന് ആട്ടിയെടുക്കാം. എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നിറത്തിനാവശ്യമായിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ മധുരം ഇച്ചിരി കുറച്ചാണ് ഇടുന്നത്. മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് അളവ് കൂട്ടാവുന്നതാണ്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിക്കാം. എണ്ണത്തപ്പത്തിൻ്റെ മാവെല്ലാം നന്നായിട്ട് പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് കോരി വെച്ച് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ പാത്രത്തിൽ സ്വല്പം നെയ്യ് തടവാം. അടിക്ക് പിടിക്കാതെ നമുക്ക് വേർവിട്ട് കിട്ടും. സൈഡിലെല്ലാം ഒന്ന് നെയ്യ് നോക്കാം. ഞാനിത് 2 പാത്രത്തിലായിട്ടാണ് കോരിയെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിക്കും. പകുതി വരെ വെച്ചാൽ മതി. നോക്ക്, നമുക്ക് ഇതിനകത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം.
കുറച്ച് നട്ട്സ് കൂടെ ഇടുവാണ്. ഏത് നട്ട്സ് വേണമെങ്കിലും ഇടാൻ നോക്കാം. അപ്പോൾ നമുക്കിനി ഇത് തന്നെ രണ്ട് തട്ടൂടെ ഞാൻ വെക്കുവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ കിണ്ണത്തപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് തണുത്തിട്ടുണ്ട്. ഇതൊന്ന് പാത്രത്തിൽ നിന്ന് വിടുവിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്, കണ്ടോ, ഇളകി നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണാൻ. ഇതുണ്ട്, നല്ല സ്പോഞ്ചായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പ്ലപ്പിയായിട്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.